തന്നെ നിങ്ങളുടെ ആ ഫീലിങ്സ് എന്താണോ അത് നിങ്ങൾക്ക് പറയാൻ. നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരിക്കലും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകരുത്. അതേ നമുക്കുള്ളൂ. സമുദായത്തിനൊരു തളർച്ച ഉണ്ടാകാതെ നമുക്ക് എങ്ങനെ കാത്തി സൂക്ഷിക്കാം, അതിനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സമുദായത്തിന് വേണ്ടതായിട്ടുള്ള ആ വലിയ ശക്തമായിട്ടുള്ള പിന്തുണ, അതായത് ആരും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ പേരിൽ സമുദായം മൂന്നാലായിട്ട് കീറിമുറിഞ്ഞ് പോകരുത്. നിങ്ങൾക്കറിയാം, റീജിയൻ ഒക്കെ ഉണ്ടായപ്പോൾ ആരും ഒരിക്കൽ പോലും ആ റീജിയൻ കൊണ്ട് സമുദായത്തിൻ്റെ പൊതു വളർച്ചയെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്കെന്താ പൊതു വളർച്ച. അസോസിയേഷൻ, നിങ്ങൾക്ക് ആ വേർഡ് നിങ്ങൾ ഓർത്തോണം. ടെക്നിക്കലി സ്പീക്കിംഗ് ദെയർ ഈസ് ഓൺലി വൺ ഡയോസസ്. മലങ്കര, സുറിയാനി, ജ്ഞാനായ, ബദ്രാസനം അല്ലെങ്കിൽ അതിബദ്രാസനം, ബാക്കിയെല്ലാം റീജിയൻ. അതൊരിക്കലും പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു ഡയോസസ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അസോസിയേഷന് നമ്മൾ 4 മെത്രാച്ചന്മാർ വന്നപ്പോൾ പറയാമായിരുന്നല്ലോ, നമുക്ക് ഇനി മുതൽ ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻറ്റു 4 ഡയോസസ്. നോ, റീജിയൻ മാത്രമാക്കി. കാരണം ഒറ്റ ഭദ്രാസനം, ഒരേ ജനത, ഒരേ വികാരമുള്ളവർ, ഒരേ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. നമ്മൾ വ്യത്യസ്ത ഭദ്രാസനങ്ങളല്ല, ഒരു ഭദ്രാസനം മാത്രമാണ്, മേഖലകൾ മാത്രം. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലുള്ള ഒരു ഭദ്രാസനം അതൊരിക്കലും വിഭജിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ തന്നെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓരോ പള്ളികളിൽ ചെല്ലുമ്പോൾ എപ്പോഴും എന്നാൽ ചില ആളുകളൊക്കെ എനിക്കൊന്ന് തെറ്റിദ്ധരിക്കുന്ന കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സമുദായ മെത്രാപ്പോലീത്ത എന്ന് പറയുമ്പോൾ പവർ മുഴുവൻ ഒരിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടല്ല ഇത് വേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക, ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയേ ഉള്ളൂ. ഞാൻ ചില ആളുകളോട് ചോദിച്ചു, നമ്മൾ തുറന്നു പറയുന്നതിന് ചില ആളുകൾ ചോദിച്ചു, തിരുമേനി എല്ലാവരും മൂന്നാലായിട്ട് വിഭജിച്ച് അതൊരു ഡീസെൻട്രലൈസേഷൻ കൊണ്ട് എന്താണ് കുഴപ്പമെന്ന്. ഞാൻ പറഞ്ഞു, ഒരു വിഷയവും ഇല്ല. പക്ഷേ ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുക, നമുക്ക് ഇന്ത്യയിലെ 120 125 കോടി ജനങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു 3 4 പ്രൈം മിനിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടുള്ള കുഴപ്പമില്ല. 3 4 തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഓരോ പ്രൈം മിനിസ്റ്റർ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലും ആരും പറയുന്നില്ലല്ലോ 4 പ്രധാനമന്ത്രി വേണമെന്ന് പറയുന്നില്ല. അതേസമയം നമ്മൾ സ്റ്റേറ്റുകളുണ്ട്. ഇവിടെ ഈ ഭദ്രാസനത്തിന് റീജിയൻ ഉള്ള പോലെ സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ പ്രൈം മിനിസ്റ്ററായിട്ട് ഒരാളേ ഉള്ളൂ. നിങ്ങൾ ആരെയും വിചാരിക്കുന്നുണ്ടോ ഒരു സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്ററുടെ പവർ മാത്രമേ ഉള്ളൂ? പ്രൈം മിനിസ്റ്ററുടെ പവർ, അതോറിറ്റി എന്നുള്ളത് ആരും അറിയാവുന്ന ആരും പറയുന്നില്ല ഒരുപോലെയാണെന്ന്. പ്രൈം മിനിസ്റ്ററുടെ അധികാരാവകാശങ്ങൾ വളരെ കൂടുതലാണ്. അത് മറ്റൊന്നിനുമല്ല, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഫോർ ദ സേക്ക് ഓഫ് ദ കൺട്രി, ഫോർ ദ സേക്ക് ഓഫ് ദ ജ്ഞാനായ ആർച്ച് ഡയോസസ് ഭദ്രാസന സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് കുറേ അധികാരങ്ങളുണ്ടെങ്കിലേ ഇത് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അവിടെ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ അധികാരത്തിൻ്റെ വിഷയമില്ല. ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതാണ് സഭ. അവിടെ അധികാരത്തിൻ്റെ വിഷയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മുടെ ഒരു ഔട്ട്വേർഡ്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെതായ സ്ട്രക്ചറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്ക് ഭദ്രാസന മെത്രാപ്പോലീത്തയുടേതായ അധികാരാവകാശങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്? എങ്ങനെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ നമ്മൾ അണ്ടർ വൺ നമ്പറല്ല ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? അതുകൊണ്ട് ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്ക് അധികാരാവകാശങ്ങൾ ഉണ്ടായിരിക്കണം. അതേസമയം റീജിയൻ അതിൻ്റെ അവകാശങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രി, മറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രിമാരും ഉള്ള പോലെ. എന്നാൽ മുഖ്യമന്ത്രിമാർ പറയുക പ്രധാനമന്ത്രിക്ക് തുല്യമായ അധികാരാവകാശം ഓരോ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സിനും വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ ആ രാജ്യം എങ്ങനെ കൊണ്ടുപോകും? ആരും അത് പറയുന്നില്ലല്ലോ. അപ്പോൾ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു അതിനെങ്ങനെ പോകണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ പറയുന്നത് പ്രൈം മിനിസ്റ്റർ അവരാണല്ലോ, പ്രൈം മിനിസ്റ്റർ എന്നാണല്ലോ പറയുന്നത്. 4 പേരും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെ ജീവിക്കുന്നു? ഞങ്ങൾക്ക് അത് അറിയേണ്ടത്. ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് തിരുമേനിയെ കാണാൻ വേണ്ടിയിട്ടാണ്.